എത്രയാ നിന്റെ ഒരു രാത്രിക്ക് വില? പൊടുന്നനെയുള്ള അയാളുടെ ചോദ്യം കേട്ട് അവൾ അമ്പരന്നെങ്കിലും തന്നെക്കുറിച്ച് നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞിട്ടാവും ഇങ്ങനെയൊരു ചോദ്യമെന്ന് അവൾ മനസ്സിലാക്കി മറുപടി കൊടുത്തു. 500 രൂപ. എവിടെ വരണം? എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. ഓലച്ചൂട്ടും വീശി അവൾ പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ വീട്ടിലെത്തി. ഒറ്റപ്പെട്ട വീട്. വാതിൽ തുറന്നു തന്നെ കിടന്നിരുന്നു. അയാൾ ഉമ്മറത്തേക്ക് കയറിയിരുന്നു. അവൾ അവിടേക്ക് വന്നു. കഴിക്കാൻ എന്താ ഉള്ളത്? അയാളുടെ ചോദ്യം വീണ്ടും അതിശയിപ്പിച്ചു. സാധാരണ വരുന്നവർ കാര്യം കഴിഞ്ഞ് പോവാറാണ് പതിവ്. അവൾ മറുപടി നൽകി. ചോറും മീൻകറിയും. എനിക്ക് വിശപ്പുണ്ട്, എടുത്തു വയ്ക്കൂ. അവൾ വിളമ്പിയിട്ട് അയാൾക്ക് ഒരു മൊന്തയിൽ കൈ കഴുകാൻ വെള്ളം കൊടുത്തു. കൈ കഴുകി മൊന്ത തിരിച്ചു കൊടുത്ത് അവളുടെ സാരിത്തലപ്പ് പിടിച്ച് കൈ തുടച്ചു. നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. ആഹാരം കഴിച്ചതിന് ശേഷം അയാൾ മുറ്റത്ത് 2 കസേര എടുത്തിടാൻ പറഞ്ഞു. അവൾ കസേരയുമായി വന്നപ്പോൾ അവളോടും ഇരിക്കാൻ പറഞ്ഞു. നിലാവിനെയും നക്ഷത്രങ്ങളെയും നോക്കി അയാൾ മിണ്ടാതെയിരുന്നു. മൗനമൊരു വീർപ്പുമുട്ടലായി തോന്നിയപ്പോൾ അവൾ പറഞ്ഞു, പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട്. അയാൾ മൂളുക മാത്രം ചെയ്തു. അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ജോലി തീർത്ത് തിരികെ മുറ്റത്തേക്ക് നോക്കുമ്പോൾ അയാൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയിരുന്നു. കട്ടിലിൽ കിടന്നുകൊണ്ട് അവളെ വിളിച്ചു. വരൂ, കിടക്കൂ. അവൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയാൾ തടഞ്ഞു. അവൾ അയാളുടെ അടുത്ത് ചെന്ന് കിടന്നു. കുറച്ചു നേരം തമ്മിൽ സ്പർശിക്കാതെ കിടന്നതിന് ശേഷം അയാൾ പറഞ്ഞു, വെളുപ്പിന് 5 മണിക്ക് ചായ തയ്യാറാക്കിയിട്ട് എന്നെ വിളിക്കണം. അവൾ മൂളി. അയാൾ തിരിഞ്ഞ് അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും അയാളിൽ നിന്നും മറ്റൊരു പ്രവൃത്തിയും ഉണ്ടാവാത്തതിനാൽ അയാൾ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. പുലർച്ചെ 5 മണിക്ക് തന്നെ അയാളെ വിളിച്ചുണർത്തി ചായ കൊടുത്തു. അയാൾ അത് കുടിച്ചിട്ട് ഷർട്ടുമിട്ട് പോവാനായി എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായി നിന്നു. അവളുടെ മുഖം പിടിച്ചടുപ്പിച്ച് നെറ്റിയിലൊരു ഉമ്മ നൽകി കയ്യിൽ 500 രൂപ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നന്ദി, ഒരു രാത്രി ഭാര്യയുടെ ചൂടും അമ്മയുടെ പരിചരണവും തന്നതിന്. അത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ വീട് വിട്ടിറങ്ങി നടന്നു. ഉമ്മറത്തൂണിൽ ചാരി നടന്നകലുന്ന അയാളെ നോക്കി അവൾ നിന്നു. അതൊരു കാത്തുനിൽപ്പായിരുന്നു. ഊരും പേരും അറിയാതെ ഒറ്റ രാത്രി കൊണ്ട് തനിക്ക് ആരൊക്കെയോ ആയി മാറിയ അയാളുടെ മടങ്ങിവരവിനായുള്ള കാത്തിരിപ്പ്.